ഇറാനുമായുള്ള ചർച്ചയ്ക്കായി അമേരിക്കൻ സംഘം ഇസ്ലാമാബാദിലെത്തില്ല. ഇറാനുമുള്ള ചർച്ചയ്ക്ക് പോകേണ്ടെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സംഘത്തിന് നിർദ്ദേശം നൽകി. ഇറാൻ തങ്ങളെ ഇങ്ങോട്ട് സമീപിക്കട്ടെ എന്നാണ് നിലപാടെന്നും ട്രംപ് വ്യക്തമാക്കി. അതേസമയം ഇന്നലെ ഇറാനും പാകിസ്ഥാനും നടത്തിയ ചർച്ചയിൽ അമേരിക്കയുമായുള്ള സമാധാന ചർച്ചകളിൽ നിലനിൽക്കുന്ന ആശങ്കകളും നിർദ്ദേശങ്ങളും ഇറാൻ പാകിസ്ഥാന് കൈമാറിയിരുന്നു. നിലവിലെ പ്രാദേശിക സാഹചര്യവും പാകിസ്ഥാൻ ഇറാൻ ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള മാർഗങ്ങളും ചർച്ചയായെന്നാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് പറയുന്നത്. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി, പാക് പ്രധാനമന്ത്രി, വിദേശകാര്യമന്ത്രി, സേനാ മേധാവി എന്നിവരുമായിരുന്നു ചർച്ച നടത്തിയത്. എന്തായാലും ഈ ചർച്ച പുരോഗമിക്കും, അല്ലെങ്കിൽ ഇനിയൊരു ചർച്ച ഉണ്ടാകുമെന്ന സൂചനകളടക്കം വന്നിരുന്ന സാഹചര്യത്തിലാണ് ഇറാനുമായുള്ള ചർച്ചയ്ക്ക് അമേരിക്കൻ സംഘം ഇസ്ലാമാബാദിൽ എത്തില്ല എന്നൊരു വിവരം പുറത്തേക്ക് വരുന്നത്. ഇറാനുമായുള്ള ചർച്ചയ്ക്ക് പോകേണ്ട എന്നൊരു നിലപാടിലേക്കാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എത്തിയിരിക്കുന്നത്. ആ നിർദ്ദേശം തന്നെയാണ് സംഘത്തിനടക്കം നൽകിയിരിക്കുന്നത്. ഇറാൻ തങ്ങളെ ഇങ്ങോട്ട് സമീപിക്കട്ടെ എന്നാണ് നിലപാടെന്ന് ട്രംപ് വ്യക്തമാക്കുന്നുണ്ട്. ഇന്നലെ അടക്കം ഇറാൻ സംഘം പാകിസ്ഥാനിൽ നടത്തിയ ചർച്ചയിൽ അമേരിക്കയുമായുള്ള സമാധാന ചർച്ചകളിൽ നിലനിൽക്കുന്ന ആശങ്കകളും നിർദ്ദേശങ്ങളും ഒക്കെ പാകിസ്ഥാന് കൈമാറുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത് പാകിസ്ഥാൻ ഇറാൻ ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള മാർഗങ്ങളും ചർച്ചയായെന്നൊരു വിവരമാണ് പുറത്തേക്ക് ലഭിക്കുന്നത്. കൂടാതെ തന്നെ ഷഹബാസ് ഇറാൻ വിദേശകാര്യമന്ത്രിയും പാക് പ്രധാനമന്ത്രി, വിദേശകാര്യമന്ത്രി, സേനാ മേധാവി എന്നിവരുമായാണ് ചർച്ച നടക്കുന്നത്. എന്നാലും ഇറാനുമായുള്ള ചർച്ചയ്ക്ക് അമേരിക്കൻ സംഘം ഇസ്ലാമാബാദിൽ എത്തില്ല എന്നൊരു വിവരമാണ് ലഭിക്കുന്നത്. ചർച്ചകൾക്കായി പോകേണ്ട എന്നൊരു തീരുമാനമാണ് ട്രംപ് മുന്നോട്ട് വയ്ക്കുന്നത്. വേണമെങ്കിൽ ഇറാൻ ഇങ്ങോട്ട് സമീപിക്കട്ടെ എന്നൊരു നിലപാടിലേക്ക് ട്രംപ് എത്തുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അനാവശ്യ യാത്രകൾ ഒരുപാടായെന്നും ഇറാൻ നേതൃത്വത്തിൽ ആരാണെന്ന് അവർക്ക് പോലും അറിയില്ലെന്നും ട്രംപ് വ്യക്തമാക്കിയതോടെയാണ് ചർച്ചയ്ക്കായി പോകേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. നാവിക ഉപരോധം നീക്കാതെ നേരിട്ടുള്ള സമാധാന ചർച്ചകൾക്ക് ഇല്ലെന്നാണ് ഇറാന്റെ നിലപാട്. ഇറാന്റെ സമാധാന നിർദ്ദേശങ്ങൾ പാകിസ്ഥാൻ വഴി അമേരിക്കയെ അറിയിക്കാനായിരുന്നു തീരുമാനം. ഇതിനിടെയാണ് അമേരിക്കൻ സംഘം പാകിസ്ഥാനിലേക്കുള്ള യാത്ര റദ്ദാക്കുന്നത്.